കോഴിക്കോട് മാവൂർ റൂട്ടിൽ സ്വകാര്യ ബസ്സുകൾ പണിമുടക്കുന്നു. ജീവനക്കാരെ നാട്ടുകാർ മർദ്ദിച്ചു എന്നാണ് ആരോപിച്ചാണ് പണിമുടക്ക്. മിന്നൽ പണിമുടക്കിൽ യാത്രക്കാർ വലഞ്ഞു. വിശദാംശങ്ങൾ അനൂപ് ദാസ് തന്നെ നൽകും. ഈ അടിയന്തരമായിട്ടുള്ള സ്ട്രൈക്ക് അത് വളരെയധികം അപകടം പിടിച്ചൊരു സംഭവമാണ്. കാരണം എത്രയോ ആൾക്കാർ മെഡിക്കൽ കോളേജിലായിട്ടും പിന്നെ സ്കൂളിലും കോളേജിലും പഠിക്കുന്ന കുട്ടികളും നേഴ്സുമാരിപ്പം ഇവിടുന്ന് ഡ്യൂട്ടിക്ക് പോകേണ്ട നേഴ്സുമാരൊക്കെ ഉണ്ട്. എല്ലാം ഇവിടെ ബുദ്ധിമുട്ടായി നിൽക്കണം. ബസ്സിൽ പണിയെടുക്കുന്ന ആളായ അപ്പോൾ എൻ്റെ വാഹനം ഞാൻ എടുക്കൂല, കാരണം ഇതൊരു തീരുമാനമാവാതെ അത്രേ ഉള്ളൂ. അല്ലാതെ വേറൊരു വാഹനം തടയാൻ ഞങ്ങളാരും ഒന്നുമല്ല. ബസ് തൊഴിലാളികൾക്ക് വരെ ആർക്കും എന്തും കയറാ കുതിര കയറാ എന്നുള്ള നിലപാടാണ് എല്ലാവർക്കും ഉള്ളത്. ആ ഒരു നിലപാട് തിരുത്തുക. ഏത് സ്റ്റേഷനിൽ പോയാലും നമുക്കൊരു വില ഇല്ലാത്ത രീതിയിലാണ്. ആ നിലപാട് തിരുത്തിയേ പറ്റൂ. ഈ അടിയന്തരമായിട്ടുള്ള പിടിച്ചൊരു സംഭവമാണ്. അനൂപ് ദാസ് വിവരങ്ങളുമായി ചേരുന്നു. അനൂപ്, ഇത് എന്താണ് സംഭവം? എങ്ങനെയായിരുന്നു? മർദ്ദിച്ചു എന്ന് പറയുന്നുണ്ടല്ലോ, അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ഇന്നലെ രാത്രിയാണ് ഈ മിന്നൽ പണിമുടക്കിന് ആധാരമായിട്ടുള്ള സംഭവം ഉണ്ടായിട്ടുള്ളത്. മാവൂരിലൂടെ പോവുകയായിരുന്ന സ്വകാര്യ ബസ്സിലെ ജീവനക്കാരെ മാവൂരിൽ നാട്ടുകാർ മർദ്ദിച്ചു എന്നതാണ് സംഭവം. ആ മർദ്ദനത്തിൻ്റെ കാരണം ഉൾപ്പെടെയുള്ളവ എന്ത് എന്നത് വ്യക്തമാവേണ്ടതുണ്ട്. എന്തായാലും ബസ് ജീവനക്കാരും നാട്ടുകാരിൽ ചിലരും ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇന്ന് രാവിലെ ആകുമ്പോഴത്തേക്ക് ആളുകൾ മാവൂര് വഴി പോകേണ്ട ആളുകൾ ബസ് സ്റ്റാൻഡിലും മറ്റ് സ്ഥലത്തുമൊക്കെ എത്തിയപ്പോഴാണ് പണിമുടക്കാണ് എന്നറിയുന്നത്. ഇതേ തുടർന്നാണ് നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ നിരവധി പേർ വഴിയിൽ കാത്തു കെട്ടിക്കിടക്കേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വന്നത്. ബസ് തൊഴിലാളികൾ പറയുന്ന കാര്യം, ഞങ്ങൾ തുടർച്ചയായി ആക്രമിക്കപ്പെടുന്നു, ഇതിന് നടപടി ഉണ്ടായിട്ടില്ല എങ്കിൽ സർവീസ് നടത്തുന്നതിന് ബുദ്ധിമുട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങളെ മർദ്ദിച്ചിട്ടുള്ള ആളുകൾക്കെതിരെ നടപടിയെടുത്തതിന് ശേഷം മാത്രമേ സർവീസുകൾ പുനരാരംഭിക്കൂ എന്നുള്ളതാണ്. എന്തായാലും നിലവിലിപ്പോൾ പോലീസ് 10 പേർക്കെതിരെ, അതായത് ഈ നാട്ടുകാർ ഇന്നലെ ഇവരെ മർദ്ദിച്ച, അതായത് ബസ് ജീവനക്കാരെ മർദ്ദിച്ച 10 പേർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതേസമയം നാട്ടുകാർ ഈ ബസ് ജീവനക്കാർക്കെതിരെ നൽകിയ പരാതിയുമുണ്ട്. അതിൽ നടപടി വേണമെന്ന് നാട്ടുകാരും ആവശ്യപ്പെടുന്നുണ്ട്.